ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാനിപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിലാട്ടോ. അപ്പോൾ ഇന്നും ഒരു കിടിലൻ ബസ് യാത്ര നമ്മൾ പോണത് KSRTCയിലാണ് പോണത്. തിരൂർ ടു ബൊക്കാപുര എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ബൊക്കാപുര പറഞ്ഞാൽ മസിനഗുഡി ഒരു 6 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു ഗ്രാമം കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ബസ്സിൽ പോണത്. ആദ്യം തിരൂർ ടു ഗൂഡല്ലൂർ പോകും. ഗൂഡല്ലൂരിൽ നിന്നാണ് നമ്മൾ ബൊക്കാപുരത്ത് അടുത്ത ബസ്സിൽ പോവുക. അപ്പോൾ ഒരു കിടിലൻ സ്ഥലമാണ്. കുറേ മൃഗങ്ങളൊക്കെ കണ്ടു പോകാൻ പറ്റിയ യാത്ര. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം രാവിലെ 6:46. തിരൂർ ടു ഗൂഡല്ലൂർ ബസ് എടുക്കുക 6:50. അപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടൻ, എന്താ പേര്? എൻ്റെ പേര് വാസു. വാസു. കണ്ടക്ടർ പേരെന്താ? താരാനാഥ്. അപ്പോൾ പൊന്നാനി ഡിപ്പോ എന്നാണ് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടുന്ന് ഒരു 6 മണിക്ക് പൊന്നാനി ഡിപ്പോ എന്ന് എടുത്താൽ തിരൂർ 6:45 6:46 ആകുമ്പോൾ എത്തും കേട്ടോ. 6:50 തന്നെ തിരൂരിൽ ബസ് സ്റ്റാർട്ട് ചെയ്താൽ നേരെ ഗൂഡല്ലൂർക്കാണ് നമ്മൾ ബസ് പോണത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഈ ബസ് ഉണ്ട്. പൊന്നാനി ഡിപ്പോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ ആലത്തൂരിൽ നിന്നാണ് കയറിയുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നാണ് കയറിയുള്ളത്. ഒരാൾക്ക് 150 രൂപയാണ് ആലത്തൂരിന്, തിരൂരിന് 142 രൂപയാണ്. അപ്പോൾ എൻ്റെ കൂടെ അബീബ് ഉണ്ട്. അപ്പോൾ 2 പേരുടെ ഫെയർ ആണ് 300 രൂപ. തിരൂർ ടു ഗൂഡല്ലൂർ പോണ ഈ ബസ് ഉല്ലാസയാത്ര ബസ് ഒന്നുമല്ല കേട്ടോ. അതായത് നോർമൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. ഈ നോർമൽ സർവീസ് അല്ലാതെ KSRTCന്റെ കുറേ ഉല്ലാസയാത്രകളുണ്ട്. 2 വർഷം മുന്നേ തിരൂർ ടു മൂന്നാർ ഉല്ലാസയാത്രന്റെ ആദ്യ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അതായത് ആദ്യ യാത്ര തന്നെ നമ്മളാണ് ചെയ്തത്. ആ വീഡിയോ അടിപൊളിയാണ്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. തിരൂർ ടു മൂന്നാർ നോർമൽ സർവീസ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. തിരൂരിന് കുറേ ആൾക്കാർക്ക് ഉപകാരമായിരുന്നു ആ തിരൂർ ടു മൂന്നാർ ആ ബസ്. തിരൂർ ടു കുമരകം KSRTCന്റെ ഉല്ലാസയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. 1 ഡേ ട്രിപ്പ് ആയിട്ട് പോകാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു. അതായത് തിരൂർ ടു കുമരകമോ കുമരകത്തിന് ഹൗസ് ബോട്ടിൽ KSRTC തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ തിരൂരിന് ഉല്ലാസയാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സർവീസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് കിട്ടും. തിരൂരിന് മലപ്പുറം വരെ എത്തുന്ന സ്ഥലത്തിൻ്റെ ടൈമിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ സമയം രാവിലെ 7:38 നമ്മൾ മലപ്പുറം ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം നേരം നിർത്തൂല, ഇവിടുന്ന് പെട്ടെന്ന് പോകും. മലപ്പുറം ഡിപ്പോ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കൂടുതലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ മഞ്ചേരിയാണ് അടുത്ത സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ ആളുകൾ കയറുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ചേരി എത്തിട്ടോ. മഞ്ചേരിയിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അതായത് ബാത്റൂമിൽ പോകേണ്ടവർക്ക് ബാത്റൂമിലൊക്കെ പോകാം. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ചായ എടുക്കാനൊക്കെ വേണ്ടി നമുക്ക് വൈക്കടവിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ചായ ഒക്കെ കുടിക്കാം. അപ്പോൾ അവിടുന്ന് നേരെ പിന്നെ നാട് കാണിച്ച് വരും. അങ്ങനെ ഗൂഡല്ലൂർ നമ്മൾ എത്തിട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ ടൈമാണ് തിരൂരിൽ ഈ ഗൂഡല്ലൂർക്കുള്ള ഈ ബസ്. കുറച്ചു നേരം ബ്രേക്ക് എടുത്തതിന് ശേഷം ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല റോഡിൽ, അല്ലെങ്കിൽ നല്ല തിരക്കാവും. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഞായറാഴ്ച കൂടെയാണ്. കുറച്ച് കഴിഞ്ഞ് നല്ല തിരക്കുന്ന റോഡാട്ടത്. ഇവിടുന്ന് നേരെ നിലമ്പൂർ പോകും. നിലമ്പൂർ ഡിപ്പോയിലൊക്കെ കയറിയിട്ടാണ് പോവുക. നിലമ്പൂർ ഡിപ്പോയിൽ കയറും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് നമ്മൾ ബസ് പോവുക. സമയം 9:33 ആയിട്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. വൈക്കടവിലാണ്. ഇതിന് മുന്നേ നമ്മൾ KSRTC ട്രിപ്പിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യൽ. അതായത് ചായ കുടിക്കാൻ ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യൽ. അതായത് നമ്മൾ 6:40 തിരൂരിൽ നിന്ന് കയറിയല്ലേ. അപ്പോൾ എല്ലാവർക്കും വിശക്ക് ഉണ്ടാവും. നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നോർമലി ബസ് ചായ അടിക്കാനും ബാത്റൂമിലൊക്കെ പോകാൻ നിർത്തി കൊടുക്കൽ ഇവിടെ കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഗൂഡല്ലൂർ നാട് കാണി ചുരമൊക്കെ കയറി നേരെ ഗൂഡല്ലൂർക്ക് പോകട്ടോ. ഓക്കെ രണ്ട് സ്റ്റെപ്പ് ഇട്ടോളേ. എനിക്ക് വേണ്ട, ഭാഗ്യം നോക്കട്ടെ അല്ലേ. നമ്മൾ ഡ്രൈവർ ചേട്ടൻ ലോട്ടറി ഒക്കെ എടുത്തിട്ട് കേട്ടാ. അപ്പോൾ അടിച്ചാൽ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ പോലെ. അപ്പൊ ഞാൻ എവിടെ സ്റ്റോപ്പുള്ളൂ നമുക്ക്? നാട് കാണി നേരെ. പിന്നെ വൈക്കാട് കഴിഞ്ഞാൽ പിന്നെ നാടുകാണി ചുരം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ചുരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. രാവിലെ അല്ലേ, രാവിലെ ആണെങ്കിൽ നല്ല മലകളിൽ അവിടെ കോട ഇറങ്ങിയതും പിന്നെ കുരങ്ങന്മാരൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു കിടിലൻ റൂട്ടാണ്. ഈ നാടുകാണി ചുരത്തുമ്പോൾ പോകുമ്പോൾ നമ്മൾ ആന ഇറങ്ങിയത് വരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു അടിപൊളി കാഴ്ചയാവും. ഇവിടെ കുറേ ബോർഡൊക്കെ കാണാം. ആനൻ്റെ ബോർഡ് മാത്രമേ കാണുള്ളൂ, ആനൊന്നും കാണില്ല. കുരങ്ങന്മാരെ കുറേ കാണട്ടെ ഈ റൂട്ടിൽ. ചുരത്തിലൂടെ പോകുമ്പോൾ ബസ്സിൽ പോകണത് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ. നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ഹൈറ്റ് കുറവല്ലേ. ബസ് ആകുമ്പോൾ പക്ഷേ ഹൈറ്റ് കൂടുമ്പോൾ നല്ല കാഴ്ചകളും പിന്നെ ഓപ്പൺ എയർ അല്ല, നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ പറ്റിയ നല്ല രസമായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിതിനു മുന്നേ മടിക്കേരിക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതായത് മലപ്പുറത്ത് നിന്ന് മടിക്കേരിക്ക് ഒരു ബസ്സുണ്ട്. KSRTCൻ്റെ ഒരു സർവീസാണ്. അപ്പോൾ ആ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കാണാത്തവർ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കണ്ടു നോക്കിയത് നല്ലൊരു വീഡിയോ ആണ്. നമ്മളിവിടെ നേരെ ഗൂഡല്ലൂരാണ് പോണത്. ഗൂഡല്ലൂർ എത്തിയതിന് ശേഷം അടുത്ത ബസ്സിലാണ് നമ്മൾ ബൊക്കാപുരത്തേക്ക് പോകുന്നത്. ബൊക്കാപുരമാണ് എൻഡിങ് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ ലക്ഷ്യം തന്നെ കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്.
കാട്ടിലൂടെ കുറേ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബൊക്കാപുരത്തേക്ക് പോകുന്നത്. നിങ്ങൾ മുന്നേ ബസ്സിൽ ഈ ചുരത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഏർലി മോർണിംഗ് കേട്ടോ, അതാകുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ നല്ല ചൂടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. അങ്ങനെ സമയം 10:28 അങ്ങനെ നമ്മൾ നാടുകാണി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് റൈറ്റിക്ക് തിരിഞ്ഞാലാണ് ഗൂഡല്ലൂർ, ലെഫ്റ്റിക്ക് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള റൂട്ടാട്ടോ. ഗൂഡല്ലൂർക്ക് റൈറ്റിക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടമൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഗൂഡല്ലൂർ ടൗണൊക്കെ എത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തി തുടങ്ങിയിട്ടോ. ഈ ടൗണിൽ നിന്ന് ലെഫ്റ്റിക്കാണ് നമുക്ക് പോകുന്നത്. ബസ് സ്റ്റാൻഡ് അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് മൈസൂർക്ക് 110 കിലോമീറ്ററും ഊട്ടിക്ക് 50 കിലോമീറ്ററും കേട്ടോ നമ്മൾ ഗൂഡല്ലൂർ എന്നുള്ളത്. നമ്മൾ നേരെ സ്റ്റാൻഡിൽ കഴിഞ്ഞ് പോണത്. അപ്പോൾ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ നമ്മളിവിടെ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറണം. അപ്പോൾ ഇവർ രണ്ടുപേരും അടിപൊളിയാട്ടോ, സൂപ്പറല്ല. പോയാലോ? ബൈ. അങ്ങനെ സമയം 10:52 നമ്മൾ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി അടുത്ത ബസ് നമുക്ക് ബൊക്കാപുരത്തേക്ക് പോകണം. അത് ഇനി 11:15 പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 12:45. നല്ല സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കയറുള്ളൂ. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോകാനുള്ളതല്ലേ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ആനയും കടുവൊക്കെ കണ്ടാലോ. മാന് കാര്യങ്ങളൊക്കെ എന്തായാലും കാണും. ഈ ബൊക്കാപുരം പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ ബസ് ഇങ്ങനെ തന്നെ തിരിച്ച് വരാം. അതല്ല പിന്നെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് അങ്ങനെയൊക്കെ വരാം കേട്ടോ. നമ്മൾ ഈ ബസ്സിന് തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് സഫാരിയൊക്കെ നോക്കിയിട്ട് ടൈം ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ നമ്മളെ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ബസ് എത്തിയിട്ടില്ല. 11:07 ആയിട്ടുള്ളൂ. 11:15 ബസ് എത്താൻ പറയുന്നത് കേട്ടോ. അങ്ങനെ 11:17 ആയപ്പോൾ നമ്മളെ ബസ് വന്നു കേട്ടോ. ബൊക്കാപുരത്തേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. ബസ്സിൽ ചാടി കയറിയോണ്ട് ഫ്രണ്ട് സീറ്റ് കിട്ടി. ഗൂഡല്ലൂരിന് ബൊക്കാപുരത്തേക്ക് 23 രൂപ കേട്ടോ ഒരാൾക്ക് ഫെയർ വരുന്നത്. നമ്മൾ 2 പേർക്ക് 46 രൂപയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നല്ല കാഴ്ചകളാവും. കാടിൻ്റെ ഭംഗിയും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു കിടിലൻ റൂട്ടാട്ടോ. നമ്മൾ മുന്നേ മലപ്പുറം ടു മടിക്കേരി യാത്ര വന്നപ്പോൾ കുറേ മൃഗങ്ങളെ കണ്ടിരുന്നു. അതേ റൂട്ടാണ്. പക്ഷേ മസിനഗുഡിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് ബൊക്കാപുരം എന്ന ഒരു അടിപൊളി ഗ്രാമം തന്നെ കേട്ടോ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ യാത്ര. അപ്പം മുതുമലൈ ടൈഗർ റിസർവിലേക്ക് നമ്മൾ എൻ്റർ ആവാം കേട്ടോ. ഇവിടുന്നാണ് നല്ല മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഭാഗ്യമുണ്ടെങ്കിൽ ആന, മാനൊക്കെ എന്തായാലും കാണാം. ആന, കടുവ, കരടി ഇതിനൊക്കെ കാണണമെങ്കിൽ ഭാഗ്യമാണ് കേട്ടോ. അതായത് ഫോട്ടോ നമ്മൾ കാണല്ലാതെ ഇതിനൊക്കെ ഭാഗ്യം ഉണ്ടായാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഗൂഡല്ലൂരിൽ നിന്ന് ബൊക്കാപുരത്തേക്കുള്ള ബസ്സിൽ കയറുമ്പോഴേ ഫ്രണ്ട് സീറ്റ് ഇരിക്കാൻ നല്ല കാഴ്ച കേട്ടോ. ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാം. അവിടെ സ്ത്രീകളോ അങ്ങനെ വേർതിരിവൊന്നുമില്ല. നമ്മൾ ആരാണെങ്കിൽ മുന്നിൽ ഇരിക്കാം കേട്ടോ. ഞാൻ മുന്നിൽ തന്നെ ഇരുന്ന് അപ്പോൾ നല്ല ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അപ്പോൾ പോണ വഴിക്കിൽ കുറേ മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. മാനാണ് അധികം ഉള്ളത്. എടുത്തൊന്നും കുറവാണ്, ഒക്കെ ദൂരത്താണ്. അതാണ് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കാണാത്തത്. പിന്നെ ആന പറഞ്ഞാൽ എടുത്തൊക്കെ വരുമ്പോൾ നല്ല വ്യൂവിൽ കാണുള്ളൂ. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതും കാണില്ല. പിന്നെ നമുക്ക് കുറേ കുരങ്ങന്മാരുണ്ട്. മാനകളിങ്ങനെ എടുത്തെടുത്ത് കുറവാണ്. പിന്നെ നമ്മൾ കണ്ടത് പന്നിനെയാണ്. പോണ വഴിക്ക് നമ്മൾ പന്നിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആനനെ കാണും കേട്ടോ. ഇത് വളർത്താനാണോ ഇനി കാട്ടാനാണോ അറിയില്ല. ഈ എടുത്തവിടെ കാണുന്നുണ്ട്. ഇതിന് തൊട്ടടുത്താണ് തെപ്പേക്കാട്. അപ്പോൾ അവിടുന്ന് ഈ മെരിക്കാനുള്ള ആനകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അത് അതേപോലത്തെ ആനയെന്ന് അറിയില്ല കേട്ടോ. അത് ഇതേപോലെ ദൂരത്തു നിന്നൊക്കെ നമുക്ക് കാണുന്നുള്ളൂ. നമ്മൾ തെപ്പേക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. തെപ്പേക്കാട് എത്തി നമുക്ക് ഫോറസ്റ്റ് സഫാരി ഒക്കെ ചെയ്യണ കുറേ ആൾക്കാരോടെ കാണാം. അതേപോലെ ഇവിടുന്ന് റേറ്റിക്കാണ് നമ്മളെ മസിനഗുഡി വരുന്നത്. മസിനഗുഡിക്ക് ഇവിടുന്ന് 6 കിലോമീറ്ററാണ്. ബൊക്കാപുരം 6 കിലോമീറ്റർ ഉണ്ട് മസിനഗുഡിയിൽ നിന്ന്. അങ്ങനെ മസിനഗുഡിക്കുള്ള റൂട്ടിന് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മൃഗങ്ങൾ കണ്ടിട്ടോ. നിങ്ങൾക്ക് ബൊക്കാപുരം പോകണമെങ്കിൽ നമുക്ക് നേരെ തെപ്പേക്കാടൊക്കെ ഇറങ്ങിയിട്ട് ജീപ്പ് സഫാരി ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബൊക്കാപുരത്ത് അധികം കാഴ്ചകളൊന്നുമില്ല, ജസ്റ്റ് ആ റോഡിലുള്ള ഒരു യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മസിനഗുഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറിയാണ് നമ്മളെ ബൊക്കാപുരം വരുന്നത്. വരുന്ന വഴിക്ക് നല്ല അടിപൊളിയായിരുന്നു. ആന കുറച്ച് ദൂരത്തായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പോണ വഴിക്ക് എന്താ പാടെന്ന് അറിയില്ല. ബസ്സിൽ ഇവിടെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടാ. ഈ മസിനഗുഡി എത്തിയപ്പോൾ കുറേ ആളുകൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ മസിനഗുഡി എത്തിയാൽ നമുക്ക് വേറെ റൂട്ടുണ്ട് കേട്ടോ. അവിടുന്ന് മായാർ എന്നൊരു അടിപൊളി സ്ഥലമുണ്ട്. അവിടെ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇവിടുന്ന് ജീപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കേരള 55 തിരൂക്കാരോട് പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ തിരൂക്കാരോട് പോയാലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ റൂട്ട് ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ കിടില റൂട്ടാട്ടോ. മനോഹരമായ റൂട്ടാണ് നമ്മൾ ഈ പോണ ഈ ബൊക്കാപുരത്ത് കേട്ടോ.
അങ്ങനെ സമയം 12:32 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബൊക്കാപൂർ എത്തിട്ടോ. ഒരു ടിപ്പിക്കലി ഗ്രാമപ്രദേശമാണ് ഈ ബൊക്കാപൂർ പറഞ്ഞത്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൽ ഇടയ്ക്ക് ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് നേരെ തിരിച്ച് ഗൂഡല്ലൂർക്ക് തന്നെ ഈ ബസ് പോകും കേട്ടോ. നമ്മളിവിടെ ഇറങ്ങി അടുത്ത ബസ്സിൽ പോകാതല്ല, ഈ ബസ്സിൽ തന്നെ തിരിച്ച് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നൊരു ദിവസം ഞായറാഴ്ചയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇതേപോലെ ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ആളുകളായിട്ട് അവിടെ വരാറ്. തൊട്ട് ബാക്കിൽ വലിയ മലകളൊക്കെ കാണാം. ബൊക്കാപുരത്ത് നിന്ന് ഗൂഡല്ലൂർക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോയി. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം അടുത്ത ബസ്സിലൊക്കെ പോയാൽ മതി കേട്ടോ. ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ടിപ്പിക്കലി ഒരു ഗ്രാമമായതുകൊണ്ട് നല്ല രസമാട്ടോ ഇവിടെ നിൽക്കാൻ. തിരിച്ച് ഗൂഡല്ലൂർക്ക് പോകുമ്പോൾ തെപ്പേക്കാട് എത്തുമ്പോൾ ഒരു 1:05 ആവും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫോറസ്റ്റ് സഫാരി ഒക്കെ കാണാം. അപ്പോൾ ഇതിനും കൂടുതൽ മൃഗങ്ങളൊക്കെ കാണാം. ജസ്റ്റ് 300 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സഫാരി ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നേരെ ഇനി ഗൂഡല്ലൂർക്ക് പോകണം. ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ സമയം 1:53 ആയിട്ടോ. തിരിച്ച് ഗൂഡല്ലൂർക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആ 1:30 ഒരു ബസ്സിൻ്റെ അതിന് വന്നാൽ മതിയായിരുന്നു. നമ്മൾ പെട്ടെന്ന് ആ ബസ്സിൽ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ 1:30 ബസ്സിനായിട്ട് വന്നാൽ മതി. അവിടെ കുറേ ഇരുന്ന് നല്ല കാറ്റുള്ള സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നടന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ 1:30 ബസ് വന്നാൽ മതി. 1:30 ബസ് വന്നാൽ 2:30 ആകുമ്പോൾ ടൈമിൽ ഇവിടെ തിരിച്ചെത്തിട്ടു. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് 4:20 നമ്മൾ തിരൂക്കുള്ള ബസ് കിട്ടുക. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ ആയിട്ട് നല്ല മലയാളി ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ അങ്ങനത്തെ സാധാ ചോറെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിച്ചു. തിരിച്ചു വന്നപ്പോൾ നല്ല തിരക്കായിട്ടോ. നമ്മൾ പോകുമ്പോൾ ഇത്ര തിരക്കില്ലായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കൂടുതലൊരു ബസ് സ്റ്റാൻഡ് ഫുള്ളായിരുന്നു. അപ്പോൾ 4:20 ആകുമ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ തിരൂർക്കാണ് പോകുന്നത്. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ട്രിപ്പായിരുന്നു. ഇനി ഇവിടുന്ന് 4:30 നമ്മളെ വണ്ടി എടുക്കുക. നേരെ തിരൂർക്ക് കേട്ടോ. ഗൂഡല്ലൂർ ടു തിരൂരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും